ഹലോ കുട്ടികളെ, അങ്ങനെ നമ്മള് ഈ ബുക്കിന്റെ അവസാനം എത്തിയിരിക്കുകയാണ്. ഇക്കായി പാഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാനിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാനി ഇതൊരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ത്രിലോക് സിംഗ് ടക്കുരീല. പാനി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വെള്ളം വേണം അല്ലെ? വെള്ളം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, എത്രത്തോളം പ്രധാനമാണ് നമ്മുടെ പ്രകൃതിക്കും മനുഷ്യർക്കും ഒക്കെ ജീവിക്കാനും നിലനിൽക്കാനും വെള്ളം എത്രത്തോളം പ്രധാനമാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു കവിതയാണിത്. അപ്പൊ നമുക്ക് വായിക്കാം. पानी से हर बूंद बनी है, पानी का ही सागर। नभ में बादल दौड़ लगाते, भर पानी की गागर। പാനി സേ ഹർ ബൂന്ത് ബനി ഹേ. ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി, വെള്ളത്തുള്ളി. അപ്പൊ പാനി സേ വെള്ളം കൊണ്ടാണ്, ഹർ ബൂന്ത് ഓരോ തുള്ളിയും ഉണ്ടായിരിക്കുന്നത്. വെള്ളം കൊണ്ടാണ് ഓരോ തുള്ളിയും ഉണ്ടായിരിക്കുന്നത്. പാനി കാഹി സാഗർ, വെള്ളം കൊണ്ട് തന്നെയാണ് സാഗർ എന്ന് പറഞ്ഞാൽ കടൽ, കടലും ഉണ്ടായിരിക്കുന്നത്. ഓരോ തുള്ളി വെള്ളം ചേർന്നാണ് വലിയ കടൽ ഉണ്ടാകുന്നത്. ഓരോ തുള്ളിയും വെള്ളം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ കടലും വെള്ളം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. നഭ്മേ ബാദൽ ദൗഡ് ലഗാത്തേ. നഭ് എന്ന് പറഞ്ഞാൽ ആകാശം. നഭ്മേ ആകാശത്തിൽ, ബാദൽ മേഘങ്ങൾ, ദൗഡ് ലഗാത്തേ. ദൗഡ് ലഗാത്തേ എന്ന് പറഞ്ഞാൽ ഓടിക്കളിക്കുക, അല്ലെങ്കിൽ ഇവിടെ മേഘമല്ലേ, ആകാശത്തിൽ മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു കൂടുകയാണ്. ഭർ പാനി കി ഗാഗർ. ഭർ പാനി വെള്ളം നിറഞ്ഞ, ഗാഗർ കുടം പോലെ. ആകാശത്തിൽ വെള്ളം നിറഞ്ഞ കുടം പോലെയാണ് മേഘങ്ങൾ ഉരുണ്ടു കൂടുന്നത്. പാനി സേ ഹി ബഹത്തെ ഝർനെ, നദിയാം നാലെ ബഹത്തെ, താൽ തലയ്യ झील സരോവർ, പാനി സേ ഭർ രഹത്തെ. പാനി സേ ഹി വെള്ളം കൊണ്ട് തന്നെയാണ്, ബഹത്തെ ഝർനെ. ഝർനെ എന്ന് പറഞ്ഞാൽ അരുവികൾ. അരുവികൾ എന്നും വെള്ളച്ചാട്ടം എന്നും ഒക്കെ ഝർനെ എന്ന വാക്കിനർത്ഥമുണ്ട്. അപ്പൊ ബഹത്തെ എന്ന് പറഞ്ഞാൽ ഒഴുകുക. വെള്ളം കൊണ്ടാണ് അരുവികൾ ഒഴുകുന്നത്. അതുപോലെ നദിയാം നാലെ ബഹത്തെ, നദിയാം നദികളും തോടുകളും ഒഴുകുന്നതും. താൽ തലയ്യ കുളങ്ങളും, झील എന്ന് പറഞ്ഞാൽ തടാകങ്ങളും, സരോവർ എന്ന് പറഞ്ഞാൽ ജലാശയം. അങ്ങനെ പല ജലസ്രോതസ്സുകൾ, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും പാനി സേ ഭർ രഹത്തെ വെള്ളം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കണ്ടേ? പാനി സേ ഹി ഫസ്ലെ ഉഗ്തി, ഹർ വൻ ഉപവൻ ഫൽതാ, പാനി സേ ഹി ഇസ് വസുധ പർ സബ്കാ ജീവൻ ചൽത്താ. നദികളിലും തോടുകളിലും ഒക്കെ വെള്ളം നിറയും പോലെ തന്നെയാണ് പാനി സേഹി വെള്ളം കൊണ്ട് തന്നെയാണ് ഫസലെ ഉഗ്തി. ഫസലേം കൃഷി ചെയ്യുന്ന വിളവുകളൊക്കെ ഇല്ലേ, അപ്പൊ ആ വിളവുകളൊക്കെ ഉണ്ടാകുന്നത്, ഉഗ്തി അത് വളരുന്നത് വെള്ളം കൊണ്ടാണ്. കൃഷി ചെയ്യുമ്പോൾ അതിന് നല്ല വിളവ് കിട്ടണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വെള്ളം ആവശ്യമുണ്ടല്ലേ. ഹർ വൻ ഉപവൻ. വൻ എന്ന് പറഞ്ഞാൽ കാട്, ഉപവൻ എന്ന് പറഞ്ഞാലോ തോട്ടങ്ങൾ, തോട്ടം. അപ്പൊ ഹർ എല്ലാ വനങ്ങളും തോട്ടങ്ങളും ഒക്കെ, ഫൽത അത് കായുണ്ടാവുന്നതും പൂവുണ്ടാവുന്നതും ഒക്കെ വെള്ളം കാരണമാണ്. പാനി സേഹി വെള്ളം കൊണ്ട് തന്നെയാണ്, ഇസ് വസുധ പർ. വസുധ എന്ന് പറഞ്ഞാൽ ഭൂമി. ഈ ഭൂമിയിൽ, വസുധ പർ സബ്കാ ജീവൻ ചൽത്ത, നമ്മുടെയൊക്കെ എല്ലാറ്റിന്റെയും ജീവിതം നിലനിൽക്കുന്നത്, അതിന്റെ ജീവൻ നിലനിൽക്കുന്നത്, ജീവൻ ചൽത്ത അതും എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്. आओ बचत करे पानी की, पानी उत्तम धन है, पानी से ही यह जग सुंदर, पानी से जीवन है. आओ बचत करे पानी की. വരൂ സംരക്ഷിക്കൂ വെള്ളത്തിനെ. പാനിക്ക് വെള്ളത്തിനെ സംരക്ഷിക്കൂ. ബചത് കരേ. പാനി ഉത്തം ധൻ ഹേ. വെള്ളം വളരെ ഉത്തമമായ ഒരു ധനമാണ്, വളരെ മൂല്യമുള്ള ഒരു ധനമാണ്.
പാനി സേ ഹി യഹ് ജഗ സുന്ദർ. വെള്ളം കൊണ്ട് മാത്രമാണ് ഈ ഭൂമി സുന്ദരമായിരിക്കുന്നത്, ഈ ലോകം സുന്ദരമായിരിക്കുന്നത്. പാനി സേ ജീവൻ ഹേ. വെള്ളം കൊണ്ടാണ് ജീവനും ഉള്ളത്. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതും അതുപോലെ ഈ ഭൂമി ഇത്ര സുന്ദരമായി നിൽക്കുന്നതിന്റെയും കാരണം വെള്ളമാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള കവിതയാണല്ലേ. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. पानी से हर बूंद बनी पानी का ही सागर, नभ में बादल दौड़ लगाते भर पानी की गागर. ഓരോ തുള്ളി വെള്ളവും നമ്മൾ കാണുന്ന വലിയ കടലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളം കൊണ്ടാണ്. ആകാശത്ത് നിറഞ്ഞ കുടങ്ങൾ പോലെ ഓടി നടക്കുന്ന മേഘങ്ങളും വെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. पानी से ही बहते झरने नदियां नाले बहते, ताल तलैया झील सरोवर पानी से भर रहते. നമ്മൾ കാണുന്ന അരുവികളും തോടുകളും കുളങ്ങളും തടാകങ്ങളും അങ്ങനെ എല്ലാ ജലസ്രോതസ്സുകളും നിറഞ്ഞിരിക്കുന്നത് വെള്ളം കൊണ്ടാണ്. पानी से ही फसलें उगती, हर वन उपवन फलता, पानी से ही इस वजदा पर सबका जीवन चलता. വെള്ളം കൊണ്ടാണ് നമുക്ക് കൃഷിക്കൊക്കെ നല്ല വിളവ് കിട്ടുന്നത്. അതുപോലെ ഓരോ വനവും തോട്ടവും ഒക്കെ നന്നായിട്ട് വളരുന്നതും വെള്ളം കൊണ്ടാണ്. വെള്ളം കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരിക്കുന്നത്. आओ बचत करे पानी की, पानी उत्तम धन है, पानी से ही यह जगह सुंदर, പാനി സേ ജീവൻ ഹേ. വരൂ നമുക്ക് വെള്ളം സംരക്ഷിക്കാം. അത് അത്രയും മൂല്യമുള്ള ഒരു ധനമാണ്. വെള്ളമുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ ലോകത്ത് എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. അപ്പൊ കവിതയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും നല്ല ഈണത്തിൽ പാടി ഈ പാട്ട് പഠിക്കണം കേട്ടോ. നമുക്കിനി ഈ ചാപ്റ്ററിൽ എക്സസൈസിലേക്ക് പോകാം. चित्र देके कविता से समान आशय वाली पंक्तियां जोड़े. കവിതയില് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങള് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വരികള് കവിതയിൽ നിന്നെടുത്ത് ഇവിടെ കൊടുക്കുക. എന്താണിത്? വെള്ളച്ചാട്ടവും അരുവിയും ഒക്കെ ഒഴുകുകയാണല്ലേ. ഇതില് എന്താണുള്ളത്? വെള്ളമാണ്. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ വരി? പാനി സേ ഹി ബഹത്തെ ഝർനെ നദിയാം നാലെ ബഹത്തെ. അടുത്തത് തോട്ടമൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്, കൃഷിയൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വരി ഏതായിരുന്നു? പാനി സേ ഹി ഫസ്ലെ ഉഗ്തി ഹർ വൻ ഉപവൻ ഫൽത. ഫൽ എന്ന് പറഞ്ഞാൽ പഴങ്ങളാണ് കേട്ടോ. അപ്പൊ പൂക്കുക കായ്ക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. പഠേ ഓർ ബരേ. പാനി സേ. വെള്ളം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? കുറേ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കവിതയിൽ കണ്ടു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്പേസിലേക്ക് അവ എഴുതണം. എന്തൊക്കെയാണത്? ഝർനെ ബത്തെ, അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഒഴുകുന്നു. നാലേം ബത്തെ, തോടുകൾ ഒഴുകുന്നു. ഗാഗർ ബർ ജാത്തി, കുടങ്ങൾ നിറയുന്നു. ഫസലേം ഉഗ്തി, വിളവൊക്കെ നന്നായി വളരുന്നു. വൻ ഉപവൻ ഫൽത്താഹേ, വനങ്ങളും തോട്ടങ്ങളും ഒക്കെ പൂത്തു കായ്ക്കുന്നു. താൽ തലയ്യ ബർജാത്ത, കുളങ്ങളൊക്കെ നിറയുന്നു. ഇനിയും പോയിന്റ്സ് ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എഴുതണമെങ്കിലും എഴുതാം. കവിതാക്ക ആശയ ലിഖേ. ഈ കവിത ഇപ്പൊ വായിച്ചു നോക്കിയിട്ട് അതില് എന്ത് ആശയമാണ്, അതിന്റെ എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരുന്നത്? ഈ കവിതയുടെ അർത്ഥം, അതിന്റെ ആശയം എഴുതുക. നമുക്ക് നോക്കാം. യേ കവിത ബതാത്തെ ഹേ കി പാനി ബഹുത് ജറൂരി ഹേ. ഈ കവിത പറയുന്നത് വെള്ളം വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പാനി സേ ജീവൻ ചൽത്താ ഹേ. വെള്ളം കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്, ജീവിക്കാൻ എല്ലാവർക്കും പറ്റുന്നത്. ഓർ ദുനിയ സുന്ദർ ബൻതി ഹേ. അത് മാത്രമല്ല ഈ ലോകം സുന്ദരമായിരിക്കുന്നതും വെള്ളം കാരണമാണ്. പാനി സേ ഹി സബ് കുച്ച് ചൽത്താ ഹേ. വെള്ളം കാരണമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇസ്ലിയേ, ഇത് കാരണം ഹമേ പാനി ബച്ചാന ചാഹിയേ. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്. ആവോ ബചത് കരേ പാനിക്ക്. വരൂ നമുക്ക് വെള്ളം സംരക്ഷിക്കാം. പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ.
വെള്ളത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം വെള്ളം എന്തൊക്കെ കാര്യത്തിന് ഉപയോഗിക്കുന്നു, വെള്ളം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഈ കവിത നമ്മളിപ്പോ വായിച്ചപ്പോ തന്നെ മനസ്സിലായി അല്ലേ? അപ്പൊ അതൊക്കെ ഒരു പോസ്റ്റർ രൂപത്തിൽ കൊടുക്കണം. ചിത്ര ഖീച്ചേ സന്ദേശ് വാക്യ ലിഖേ ആകർഷൺ ബനായേ. അപ്പൊ നിങ്ങൾ അതൊരു ചിത്രമായിട്ട്, ഒരു പോസ്റ്ററായിട്ട്, ഇത് നിങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം. നമുക്ക് ഇവിടെ നെറ്റിൽ നിന്ന് എടുത്തൊരു ചിത്രം നോക്കാം. പാനി ബച്ചാവോ, പാനി ഹേ തോ ജീവൻ ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുകയാണ്. പാനി സേ ജഗ് സുന്ദർ ഹേ, വെള്ളം കാരണം ലോകം സുന്ദരമായിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളത്തിനെ സംരക്ഷിക്കണം. നൽ ബന്ദ് രക്കേ, പൈപ്പ് എപ്പോഴും അടച്ചു വെക്കണം. വല്ല പാനി ബച്ചായേ, വെള്ളം സേവ് ചെയ്യൂ. പാനി വ്യർത്ഥ ന കരേ, വെള്ളം പാഴാക്കരുത്. ഹർ ബൂന്ദ് കി കീമത്ത് ഹേ, ഓരോ തുള്ളിയും മൂല്യമുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്. ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളും ഹെഡിങ്ങും ഇതിലുള്ള ആശയവും വാക്യങ്ങളും ഒക്കെ കൊടുത്തൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കവിതാസെ സമാനാർത്ഥ ശബ്ദ ചുനെ ഓർ ലിഖിയെ. കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജംഗൽ, എന്തായിരുന്നു ജംഗൽ? ജംഗൽ, താലാബ്, സൻസാർ, മേഘ, ബഗീച്ച, ധർത്തി, സമുദ്ര, ജൽ, ആകാശ്, അങ്ങനെ പല പല വാക്കുകൾ. അതിനടുത്ത് ഓരോ കള്ളികൾ ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം അടുത്ത കള്ളിയിൽ എഴുതണം. നമുക്ക് ഈ വാക്കുകളുടെ ഒക്കെ ഒരു അർത്ഥം നോക്കാം. ആദ്യം ജംഗൽ. ജംഗൽ എന്ന് പറഞ്ഞാൽ കാടാണ്. കാടിന് വൻ എന്നും പറയും. അപ്പൊ നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതണം വൻ. അതുപോലെ താലാബ്. താലാബ് എന്ന് പറഞ്ഞാൽ താൽ അല്ലെങ്കിൽ സരോവർ, ഇതൊക്കെ മീനിങ് വരുന്നതാണ്. കുളം. അപ്പൊ നമുക്ക് തലാബ്, താൽ എന്നെഴുതാം. താൽ തലയ്യ എന്നൊക്കെ എഴുതുന്നില്ലേ? അപ്പൊ താൽ. അതുപോലെ സംസാർ. സംസാർ എന്ന് പറഞ്ഞാൽ ഈ ലോകം, ജഗ് ആണ് സംസാർ. അപ്പൊ ജഗ് എന്നിവിടെ എഴുതാം. അപ്പൊ ഇനി ബാക്കിയൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഇപ്പൊ വസുധ, ഭൂമി, ഈ രണ്ട് കാര്യങ്ങളും കവിതയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വസുധ എന്ന് എഴുതാം. മേഘ്, ബാദൽ, മേഘിന് ബാദൽ. ബഗീച്ച, ബഗീച്ചയുടെ അർത്ഥം എന്താണ്? തോട്ടമാണ്, പൂന്തോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തോട്ടം. അപ്പൊ ഇവിടെ ഉപവൻ എന്ന് കൊടുത്തിരിക്കുന്നത് തോട്ടമാണ്. അപ്പൊ ബഗീച്ചയുടെ നേരെ അത് എഴുതാം. സമുദ്ര, കടലാണ്. സാഗർ, സമുദ്രന്റെ സെയിം മീനിങ് ഉള്ള വേർഡ് സാഗർ. ആകാശ്, ആകാശം അല്ലേ? അതിന്റെ വേർഡാണ് നഭ്. ഇവിടെ നഭ് എന്ന് എഴുതാം. ജൽ, പാനി, വെള്ളം. ജൽ, പാനി. അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഈ ചാപ്റ്ററിലുള്ള ഓരോ വേർഡ്സും അതിന്റെ മീനിങ്ങും ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥമൊക്കെ ഇവിടെ നോക്കി വായിക്കുക. ഹർ ബൂന്ദ് ബനി ഹേ, ഓരോ തുള്ളിയും ഉണ്ടായി. സാഗർ, സമുദ്രം. നബ്, ആകാശം. ബാദൽ, മേഘം. ബാദൽ ദൗഡ് ലഗാത്തെ, കാർമേഘം ഉരുണ്ടുകൂടാൻ തുടങ്ങി. ഭർ പാനി കി ഗാഗർ, കുടത്തിൽ നിറയെ വെള്ളമായി. ബഹത്തെ ഝർനെ, ഒഴുകുന്ന അരുവി. ഝർന എന്ന വാക്കിന് അരുവി എന്നും വെള്ളച്ചാട്ടം എന്നും മീനിങ് ഉണ്ട് കേട്ടോ. നദിയാം നാലേ ബഹത്തെ, നദികളും തോടുകളും ഒഴുകുന്നു. താൽ തലയ്യ, തടാകവും കുളവും. ചീൽ, തടാകം, ലേക്ക് എന്നൊക്കെ പറയും. സരോവർ, പൊയ്ക അല്ലെങ്കിൽ ജലാശയം. ഫസലെ ഉഗ്തി, വിളവുണ്ടാകുന്നു. ഉപവൻ, ഉദ്യാനം. വസുധ, ഭൂമി. ബചത് കരേ പാനിക്ക്, ജലം സംരക്ഷിക്കാം. പാനി ഉത്തം ധൻ ഹേ, വെള്ളമാണ് ഏറ്റവും നല്ല സമ്പത്ത്. ജഗ്, ലോകം. അപ്പോ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 5ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ഇത്. എല്ലാ ചാപ്റ്റേഴ്സും നന്നായി പഠിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് ഇടാനും മറക്കരുത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.